Hello friends, Assalamu alaikum, Namaskaram, welcome back to another video. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുള്ളതുപോലെ തന്നെ ഹൗസ് വാമിങ്ങിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പം തലേന്ന് തൊട്ടിട്ടുള്ള കുറച്ച് വീഡിയോസും കൂടി ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. കുറച്ച് പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടു നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടുതൽ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസായി ലഭിക്കുന്നതാണ്. അപ്പോൾ തലേന്ന് നമുക്ക് ഒരു വലിയ പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടാണ് നൈറ്റിലാണ് ഇവിടേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. കിച്ചൺസിലെ പാത്രങ്ങളും കാര്യങ്ങളും ഒക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാനുണ്ട്. അപ്പോൾ ഉമ്മയും അമ്മായിയും ഒക്കെ എല്ലാവരും കൂടിയിട്ട് മാമയൊക്കെ കൂടിയിട്ട് റെഡിയാക്കുകയാണ്. അപ്പം ഞാൻ ഒക്കെ വീഡിയോസൊക്കെ എടുക്കുകയാണ്. എനിക്ക് വീഡിയോസും കാര്യങ്ങളൊന്നും അങ്ങനെ ഡീപ്പായിട്ട് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാരണം എല്ലാവരും ഒരുമിച്ച് നമ്മൾ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആൾക്കാർ പെടുന്നുള്ള ഒരു പേടി കൊണ്ട് തന്നെ വീഡിയോസ് ഫുള്ളായിട്ട് പ്രിപ്പറേഷൻ്റെ ടൈം നമുക്ക് കവറേജ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഈ ഒരു സമയം പുറത്ത് ലൈറ്റൊക്കെ ഒന്ന് ഫിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ നമുക്കുള്ള പണി എന്ന് പറയുന്നത് റൂംസും കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ബെഡ്ഷീറ്റൊക്കെ പിരിച്ചു വെക്കലാണ്. അതുപോലെ തന്നെ ഒന്ന് മോപ്പും സ്വീപ്പൊക്കെ ചെയ്യേണ്ട പണിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പോയി. അപ്പം കുറച്ചൊരു ചെറിയ പണി ബാത്റൂമിലും കൂടി ബാക്കിയുണ്ടായിരുന്നു. മറ്റു പണികളൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാനും അമ്മായിയും കൂടിയിട്ട് ചെയ്യാൻ പോവുകയാണ്. ഇർഫാൻ അമ്മായിൻ്റെ സെക്കൻഡ് അങ്കിളുടെ വൈഫാണ്. അപ്പം നമ്മൾ രണ്ടാളും കൂടിയിട്ട് മുകളിലേക്ക് പോയി. ഈ ഒരു സമയം മുകളിൽ കുറച്ച് ഫ്രെയിംസും കാര്യങ്ങളും അതുപോലെ തന്നെ ബെഡൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പം ഇത് കിഡ്സ് ബെഡ്റൂമാണ്. അപ്പോൾ അവർക്കുള്ള ബെഡ്ഷീറ്റൊക്കെ സെപ്പറേറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് നമ്മൾ വിരിച്ച് വെക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഞാൻ മുന്നേ പറഞ്ഞതുപോലെ തന്നെ ഹൗസ് വാമിങ് കഴിഞ്ഞിട്ട് ഈ ഒരു വീഡിയോ കഴിഞ്ഞിട്ട് ഹോം ടൂറിൻ്റെ വീഡിയോ അടുത്ത് തന്നെ ഇടാം കേട്ടോ. അപ്പോൾ കുറച്ച് പ്രോഗ്രാംസും അതുപോലെ തന്നെ മാരേജ് ഫങ്ഷൻസൊക്കെ ആയിട്ട് കുറച്ച് തിരക്കായിപ്പോയി. അതുകൊണ്ടാണ് വീഡിയോസ് ഒരുപാട് ലേറ്റായി പോയിട്ടുണ്ടായിരുന്നത്. റിയലി സോറി. ഇപ്പം തന്നെ ഒരുപാട് ലേറ്റായി. ഇൻഷാ അല്ലാഹ് ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞാനൊന്ന് ഫ്രീ ആയ ഉടനെ തന്നെ ഇതിൻ്റെ ഒരു ഹോം ടൂറ് വരുന്നതായിരിക്കും. അപ്പം ഇവിടുന്ന് നമ്മൾ ഒക്കെ സെറ്റായി പോകുമ്പോഴേക്ക് ഒരുപാട് ലേറ്റായി. നമുക്ക് പിറ്റേന്നും രാവിലെ തന്നെ വരേണ്ടതാണ്. അപ്പം വേഗം തന്നെ സ്വീപ്പിങ്ങും മോപ്പിങ്ങും ഒക്കെ ചെയ്തെടുക്കുകയാണ്. അപ്പോഴേക്കും കിച്ചണിലെ കാര്യങ്ങളൊക്കെ അമ്മായിയും ഉമ്മയും അതുപോലെ തന്നെ മറ്റുള്ള ആൾക്കാരൊക്കെ കൂടിയിട്ട് ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുകയാണ്. അതുപോലെ തന്നെ കുറേ പേര് ഈ ഒരു വീടിൻ്റെ പ്ലാനും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇൻഷാ അല്ലാഹ് അതൊക്കെ ഞാൻ ഹോം ടൂറിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഈ ഒരു വീട് 2000 സ്ക്വയർ ഫീറ്റാണ്. അതുപോലെ തന്നെ 4 ബെഡ്റൂംസാണ്. താഴെ ഒരു ബെഡ്റൂം, മുകളിൽ 3 ബെഡ്റൂംസ് അറ്റാച്ച്ഡ് ആണ്. അതുപോലെ തന്നെ താഴെ ഒരു പ്രെയർ റൂമുണ്ട്. പിന്നെ കിച്ചണ്, ലിവിങ് റൂം, അതുപോലെ തന്നെ ഡൈനിങ് റൂമൊക്കെയാണ്. അപ്പം എല്ലാം ഇൻഷാ അല്ലാഹ് ഞാൻ ഹോം ടൂറിൽ വളരെ ഡീപ്പായിട്ട് കാണിക്കുന്നതാണ് ഇൻഷാ അല്ലാഹ്. അങ്ങനെ ഏകദേശ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ എന്നെ ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ ലാസ്റ്റായിട്ടാണ് ഗ്രിൽ സ്റ്റാൻഡ് ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് താഴത്തെ കിച്ചണിലാണ്. അങ്ങനെ എല്ലാ പണികളും ഇപ്പം സെറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്, അൽഹംദുലില്ലാ. പിന്നെ ഞാൻ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത് പിറ്റേ ദിവസം രാവിലെയാണ്. കാരണം നമ്മൾ സുബീക്കാണല്ലോ കയറുക. അപ്പം ആ ഒരു സമയത്താണ്. പിന്നെ ബാക്കിയുള്ള വീഡിയോസൊക്കെ നമുക്ക് പിറ്റേന്ന് തൊട്ടിട്ട് കാണാം. ആണ്
തലേന്ന് നൈറ്റിൽ പോകുന്നതിന് മുന്നേ ആയിട്ട് അവർ ലൈറ്റിങ്സും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്തപ്പോൾ എടുത്തിട്ടുണ്ടായിരുന്നതാണ്. പിന്നെ മുൻവശത്ത് നിന്ന് എനിക്ക് ക്ലിയർ ആയിട്ട് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, കാരണം ലൈറ്റ്സൊക്കെ എൻ്റെ ഫോണിൽ കുറവായിരുന്നു. അപ്പോൾ അതുകൊണ്ടൊന്ന് ക്ലിയർ ആയിട്ടൊന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചു. ഇനി പിറ്റേന്ന് ഇപ്പോൾ ഇതാ ആയിട്ടുണ്ട്, നമ്മുടെ ഹൗസ് വാമിങ് ഡേ ആയിട്ടുണ്ട്. അപ്പോൾ ഇതാ രാവിലെ ഒരു 4 മണി 4:15 ആകുമ്പോഴേക്ക് നമ്മൾ ഇവിടത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അടുത്ത് തന്നെ ആയതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല. കുട്ടികളെയും കൊണ്ട് വരേണ്ട ഒരു ബുദ്ധിമുട്ടേ ഉള്ളൂ, കാരണം മോൾ എണീറ്റിട്ടുണ്ടായിരുന്നു. മോനെ കൊണ്ട് വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല, മോനെ ഉറക്കമാണ് ഉണ്ടായിരുന്നത്. അപ്പം ബാങ്ക് 4 സൈഡിൽ നിന്നൊക്കെ വിളിക്കണം. അപ്പം അങ്ങനെയൊക്കെയാണ് നമ്മളിലുള്ളത്. അത് കഴിഞ്ഞിട്ട് കയറാറ്. അപ്പം ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക. അങ്ങനെ ബാങ്കുകളൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ അമ്മായി അകത്തേക്ക് കയറാണ്. അതിന് ശേഷം ബാക്കിയുള്ളവരും കൂടിയിട്ട് കയറാണ്. നമ്മൾ നൈറ്റിലാണ് ബാക്കിയുള്ള ഹൗസ് വാമിങ് പാർട്ടിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നത്. കാരണം അപ്പോഴാണ് അതിൻ്റെ ഒരു ലൈറ്റ്സിൻ്റെയും കാര്യങ്ങളൊക്കെ നല്ല ഹൈലൈറ്റ് ചെയ്ത് കിട്ടുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള ഞാൻ ഇവിടുന്ന് കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ട് പിന്നെ നൈറ്റിലെയാണ് വീഡിയോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നത്. ഇപ്പം കുറച്ച് ഇവിടെ നിന്ന് കുറച്ച് ചൊല്ലലൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും കൂടിയിട്ട് പ്രേയേഴ്സിന് പോകും. അതിന് ശേഷം വരുമ്പോഴേക്ക് ചായയും പാലും ഒക്കെ ഒന്ന്, അതുപോലെ തന്നെ കടികളും ഒക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാനുണ്ട്. അപ്പോൾ ആദ്യം തന്നെ അമ്മായി പാല് കാച്ചാനുള്ള പാലൊക്കെ ഇതിവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് പാത്രത്തിലേക്ക് മാറ്റുകയാണ്. അങ്ങനെ അമ്മായി പാല് കാച്ചാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ഈ ഒരു സമയം ഓട്ടോമാറ്റിക് ഒന്നും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ലേറ്റർ വെച്ചിട്ടാണ് ഒക്കെ ഒന്ന് റെഡിയാക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു സമയം നമ്മൾ മറ്റുള്ള ഐറ്റംസൊക്കെ ഒന്ന് പ്ലേറ്റിലേക്ക് റെഡിയാക്കി എടുക്കുകയാണ്. അപ്പോൾ ഞാൻ നൈറ്റിൽ ചെറിയൊരു പണി ബാത്റൂമിൽ ഉണ്ടായിരുന്നത് എന്ന് പറഞ്ഞത് ഇതാണ്.
ചെറിയൊന്ന് ഗ്ലാസ്സൊക്കെ ഇട്ടൊന്ന് അടിപൊളിയാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഞാൻ ഈ ഒരു സമയമാണ് രാവിലെയാണ് പുറത്തത്തെ ജസ്റ്റ് ഒന്ന് വീഡിയോസൊക്കെ എടുത്തിട്ടുള്ളത്. കാരണം പിന്നെ നൈറ്റിൽ മൊത്തം ആളായി കഴിഞ്ഞാൽ എനിക്ക് ഇവിടെ നിന്ന് ഇറങ്ങാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു സമയം ജസ്റ്റ് കുറച്ച് ചെടികൾ മാത്രമേ വെച്ചിട്ടുള്ളൂ കേട്ടോ, ജസ്റ്റ് ഒരു ഷോക്ക് വേണ്ടിയിട്ട്. കാരണം ഇൻഷാ അല്ലാഹ് പിന്നെയൊക്കെ ഇതിവിടെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാം. നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും എന്നിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പം എനിക്കറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ ഞാൻ ഇൻഷാ അല്ലാഹ് റീപ്ലൈ ഇടുന്നതായിരിക്കും. ഞാൻ ഇതിൻ്റെയൊക്കെ വീഡിയോസ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ചു വിടുന്നത്, എനിക്ക് നൈറ്റിൽ ഇതുപോലെ ഒന്നും എടുക്കാൻ പറ്റില്ല. കാരണം മുഴുവൻ ആളായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആ ഒരു ടൈം തന്നെ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് കറക്റ്റായിരുന്നു. കാരണം നൈറ്റിൽ നല്ല ആളുണ്ടായിരുന്നു. അപ്പോൾ അവരെ വെച്ചിട്ട് നമുക്ക് അവരുടെ പെർമിഷൻസ് കാര്യങ്ങളൊന്നും ഇല്ലാതെ കൂടുതലായിട്ട് വീഡിയോസ് ഒന്നും ഇടാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാനൊന്ന് ജസ്റ്റ് സുബീൻ്റെ ടൈമിൽ വന്നിരുന്ന് തന്നെ കുറച്ച് വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പം ഈ ഒരു റൂമിൻ്റെ ഏറ്റവും മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ആ ഒരു ഗ്ലാസ് ഇട്ട ആ ഒരു ഏരിയ തന്നെയാണ്. അങ്ങനെ ഒന്ന് ചുറ്റി വരുമ്പോഴേക്ക് ഇതിവിടെ പാലൊക്കെ തിളച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഇവിടെ കരിയപ്പവും കായടയും ഒക്കെ ഒന്ന് പൊരിച്ചൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഉമ്മ അതൊക്കെ ഇതൊന്ന് പ്ലേറ്റിലേക്ക് വെക്കാൻ വേണ്ടിയിട്ട് ഒന്ന് പ്ലേറ്റൊക്കെ ഒന്ന് കഴുകിയെടുക്കുകയാണ്. അപ്പം നല്ല ചൂട് കായടയും അതുപോലെ തന്നെ ഇതിലും കായട ആയിരുന്നു. പിന്നെ നല്ല ചൂടുള്ള കരിയപ്പമാണ് ഉണ്ടായിരുന്നത്. പിന്നെ അതുപോലെ തന്നെ മുട്ട പുഴുങ്ങിയതുമാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ മെയിനായിട്ട് വിട്ടുപോയ ഒരു ഐറ്റമാണിത്, കാരിയപ്പം. എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. അപ്പം കുറച്ച് കാരിയപ്പം ചുട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും പ്രേയേഴ്സൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഒക്കെ ഒന്ന് പ്ലേറ്റിലേക്ക് മാറ്റാണ്.
അവർക്കൊക്കെ കൊടുത്തതിന് ശേഷം നമ്മൾ പുറത്തത്തെ കിച്ചണിൽ ഇരുന്നിട്ടാണ് കുടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഫസ്റ്റത്തെ ട്രിപ്പ് ഇരുന്ന ആർക്കും തന്നെ പാല് വേണ്ടായിരുന്നു. അപ്പോൾ അതിൽ കുറച്ച് ചായയൊക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ട് നമ്മളും കഴിക്കുകയാണ്. പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ വേഗം തന്നെ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ നാസ്തയുടെ ടൈം ആകുമ്പോഴാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അപ്പോഴൊന്നും വീഡിയോസൊന്നും കൂടുതലായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഈ ഒരു വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത് ഒരു ഉച്ച കഴിഞ്ഞിട്ടാണ്. അപ്പോഴേക്കും നമ്മുടെ ഉച്ചക്ക് നൈറ്റിലേക്കുള്ള പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ഈവനിങ്ങിന് ഞാൻ തിരിച്ച് ഒന്ന് ഫ്രഷ് ആവാൻ വേണ്ടി പോകുന്ന ടൈമിൽ ഇവിടെ നമ്മുടെ നൈറ്റിലേക്കുള്ള ഡ്രിങ്ക്സൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുകയാണ്. അതുപോലെ തന്നെ പായസവും ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട്. അങ്ങനെ ഇപ്പം മരിപ്പൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം മോനെ ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി മോന് ഉമ്മായുടെ കൂടെ വേഗം അയക്കാണ്. കാരണം മോളുള്ളത് കാരണത്താൽ എനിക്ക് കുറച്ചൊന്ന് ലേറ്റായിട്ടാണ് ഞാൻ വന്നിട്ടുണ്ടായിരുന്നത് ഹസ്ബൻഡിൻ്റെ കൂടെ. അങ്ങനെ നൈറ്റിൽ ഞാൻ ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇതാണ് മോൾക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഞാൻ ഫസ്റ്റിലേ പറഞ്ഞതുപോലെ തന്നെ നൈറ്റിൽ എനിക്ക് ഒന്ന് ഡീപ്പായിട്ടൊന്നും വീഡിയോസ് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാരണം ഫുള്ളായിട്ട് ആളുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരൊക്കെ ഒന്ന് പെടുമോ എന്നുള്ള പേടി എനിക്ക് നല്ലോണം ഉണ്ടായിരുന്നു. അപ്പോൾ ആവുന്ന തരത്തിൽ ഞാനൊക്കെ ഒന്ന് കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയമാണ് നാജീനെ കിട്ടിയിട്ടുണ്ടായിരുന്നത്. എൻ്റെ കസിനാണ്. അപ്പോൾ അവൻ്റെ കയ്യിൽ കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് പുറത്ത് ഈ ഒരു ഭാഗമൊക്കെ ഒന്ന് കവർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു സമയമൊന്നും അങ്ങനെ ആളുണ്ടായിരുന്നില്ല. കാരണം ഒരു അത്രേ ടൈം ആയിട്ടുണ്ടായിരുന്നല്ലോ. മഗ്‌രിബൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് സമയം ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ജസ്റ്റ് കുറച്ച് ആളേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെയാണ് നല്ല ആളുണ്ടായിരുന്നത്. ഇപ്പോൾ നമ്മൾ നൈറ്റിൽ ഫുഡായിട്ട് ബീഫ് ബിരിയാണിയും അതുപോലെ തന്നെ അൽസയും പിന്നെ ചിക്കൻ ഫ്രൈയും പിന്നെ നമ്മുടെ തൈര്, അച്ചാർ, പിന്നെ പായസം. മെയിനായിട്ടുള്ള മൈ ഫേവറേറ്റ് ഐറ്റമാണ് പായസം. അപ്പം ഇതൊക്കെയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു സമയം തന്നെ നമ്മൾ ലേഡീസിൻ്റെ ഭാഗത്തും ചോറൊക്കെ കൊടുത്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. കാരണം നല്ല തിരക്കാണ് ഫസ്റ്റിലേ തന്നെ ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഈ സമയം ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയമാണ് അമ്മായിയുടെ ഫ്രണ്ട്സ്, നമ്മൾ ആരോടും ഒന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല, പക്ഷേ അവർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ അതൊന്ന് നമ്മൾ പൊളിച്ച് നോക്കുകയാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മളും അങ്ങ് പോയി. അപ്പോൾ നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. കാരണം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ തലേന്നും നമുക്ക് ഒരു പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ അതും ഇതൊക്കെ ആയിട്ട് നല്ല ടയേർഡായിരുന്നു. അപ്പം ഇൻഷാല്ലാ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഈ ഒരു കുഞ്ഞു വലിയ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ ഇതിൻ്റെ ഇൻഷാല്ലാ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഹോം ടൂർ അടുത്ത് തന്നെ ഇടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കൊച്ചു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറയുന്നത് പോലെ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക, കൂടുതൽ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും
ടേക്ക് കെയർ, ബൈ.